അപ്പൊ കോൺഗ്രസ് നേതാവായ അച്ഛനും ഒരു ബി.ജെ.പി. ചായ്വുള്ള മകനും തമ്മിൽ രാഷ്ട്രീയ സംഘടനകൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പാർട്ടി അങ്ങനെ കോൺഗ്രസിലേക്ക് പോകേണ്ടി വന്നില്ല എന്ന് മാത്രമല്ല, ഇതിനു വേണ്ടി ഉറച്ചു നിൽക്കാനും ഇതിനെതിരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അക്രമത്തിനെതിരെ ഫൈറ്റ് ചെയ്യാനും ആശയപരമായി ഫൈറ്റിംഗ് നടത്താനും ഉള്ള പ്രേരണയാണ് നമുക്ക് കിട്ടിയത്. കൃത്യമായ സാലറി കിട്ടുന്ന, അതും വളരെ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള പ്രൊഫഷനിൽ നിലനിൽക്കുക എന്നൊക്കെ ഉള്ളതാണ്. പക്ഷെ അത് റിസൈൻ ചെയ്യാൻ കാണിക്കുന്ന ആ ഒരു ധൈര്യമല്ലേ, അതെങ്ങനെയാണ് ഉണ്ടായത്? പലരും ചോദിക്കും, ഇത്ര കൊല്ലം വർഷം സ്കൂളിൽ പോയിരുന്നെങ്കിൽ ഒരു മാസം ഒരു 80,000 ശമ്പളം, 80,000 രൂപ ഇത്ര ഒരു കൊല്ലം പെൻഷൻ 45,000 കിട്ടും. എൻ്റെ ഈ സാമ്പത്തിക നഷ്ടമല്ലേ. പക്ഷെ എൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള എത്രയോ സഹപ്രവർത്തകന്മാരുടെ ജീവിതം അതിനേക്കാൾ വലുതാണ് എൻ്റെ സാലറിയും ശമ്പളവും. ഇതാണ് ഞാൻ. അവർ പറഞ്ഞു ഒരു മാസം ലീവ് എടുത്ത് തിരുവനന്തപുരത്ത് വരണം. അങ്ങനെ ഒരു മാസം ലീവ് എടുത്തിട്ട് തിരുവനന്തപുരത്ത് പോയതാണ്. പിന്നെ തിരിച്ച് സ്കൂളിലേക്ക് പോയിട്ടില്ല. പിന്നെ തിരുവനന്തപുരം കേന്ദ്രമായിട്ടാണ് 93 മുതൽ പ്രവർത്തിച്ചത്. കാട്ടാക്കടയിൽ ഞാൻ മത്സരിക്കുന്ന സമയത്ത് കാട്ടാക്കട ആ മണ്ഡലത്തിന് ആകെ കുറഞ്ഞ വോട്ടേ ഉണ്ടായിരുന്നു, ഒരു 10,000 വോട്ട്. ഞാനവിടെ സ്ഥിരമായിട്ട് ഒരു സ്ഥിര സന്ദർശകനായി. പിന്നെ 16-ന് വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ മത്സരിച്ചു. ആ തെരഞ്ഞെടുപ്പിൽ 16,800 വോട്ട് 39,000 വോട്ടായിട്ട് ഉയർന്നു. കേരളത്തിൽ ഒരിക്കലും ബി.ജെ.പി. അധികാരത്തിലെത്തില്ല എന്ന് പറഞ്ഞിടത്ത് നിന്ന് പലയിടങ്ങളിലും അധികാരത്തിൽ വന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഇപ്പം 3 വട്ടം ഇന്ത്യ രാജ്യം ഭരിക്കുന്നൊരു രാഷ്ട്രീയ പാർട്ടിയായി മാറിയത്. കേരളത്തിന് തലസ്ഥാനം ഭരിക്കുന്നത് ഇപ്പം ബി.ജെ.പിയാണ്. BJP bagged 50 seats in Thiruvananthapuram Corporation. 45 വർഷമായി തുടരുന്ന ഇടത് കോട്ട തകർത്തുകൊണ്ട് 50 സീറ്റ് നേടിക്കൊണ്ട് ബി.ജെ.പി. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തു. ഞാൻ ചെയർമാനായ സമയത്താണ് അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീം കേരളത്തിൽ 35 റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടുത്തി. 8 റെയിൽവേ സ്റ്റേഷൻ 35 എയർപോർട്ടിന് സമാനമാക്കി മാറ്റുന്ന ഒരു സ്കീം ഉണ്ടായിരുന്നു. അതിലും ഉൾപ്പെടുത്താൻ സാധിച്ചു. സൗകര്യങ്ങളുണ്ടോ ഇത് പരിശോധിക്കാനാണ് നിങ്ങളെ അയച്ചിരിക്കുന്നത്. നോക്കൂ, ഒരു പ്രധാനമന്ത്രിയാണ്. ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഈ കമ്മിറ്റിയും തമ്മിൽ എന്താ ബന്ധം? എത്ര മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും അദ്ദേഹം ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും പോയാൽ ഒരു കാര്യം ഉറപ്പാണ്, റെയിൽവേ സ്റ്റേഷൻ നീറ്റ് ആൻഡ് ക്ലീൻ. കാട്ടാക്കടയിലെ ജനങ്ങൾക്ക് വളരെ സ്വീകാര്യനായ ഒരു പ്രതിനിധിയാണോ ഇപ്പോൾ? എനിക്ക് ആ നാട്ടുകാർ ഇഷ്ടം. ഇനി അത് ഏത് പാർട്ടിക്കാരായാലും എനിക്ക് അവിടുത്തെ ജനങ്ങളുടെ ഇഷ്ടം. ഈ 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാട്ടാക്കടയിൽ താമര വിരിയും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. കേരള രാഷ്ട്രീയത്തെക്കുറിച്ചും ബി.ജെ.പി. രാഷ്ട്രീയത്തെക്കുറിച്ചും വളരെ അവബോധമുള്ള, വളരെ മുതിർന്ന ഒരു ബി.ജെ.പി. നേതാവാണ് നമ്മുടെ കൂടെയുള്ളത്. ദേശീയ നിർവാഹക സമിതി അംഗമായും ബി.ജെ.പി. സ്റ്റേറ്റ് പ്രസിഡന്റായിട്ടും പ്രവർത്തിച്ചിട്ടുള്ള ശ്രീ പി.കെ. കൃഷ്ണദാസ് സാറാണ് കൂടെയുള്ളത്. സാർ, വെൽക്കം ടു ദ ഷോ. ഞാൻ ഈ സാറിനെ കുറിച്ച് ഇങ്ങനെ പഠിച്ചപ്പോൾ എനിക്ക് ആദ്യം വന്ന ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു കാര്യത്തിൽ നിന്ന് തുടങ്ങട്ടെ. കണ്ണൂർ എന്ന് പറയുന്ന ഒരു ജില്ലയെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കറിയുന്ന കണ്ണൂരുകാരല്ല CPM-കാരാണെന്നുള്ള ഒരു തോന്നലിലാണ് ഞാൻ വളർന്നിരുന്നത്. പക്ഷേ വളരെ വർഷങ്ങൾക്ക് മുൻപ് കണ്ണൂരിൽ നിന്ന് മറ്റൊരു രാഷ്ട്രീയ ചായ്വോട് കൂടിയ ഒരാൾ വളർന്നു വരുന്നു. അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് അപ്പോൾ ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നു പോയിട്ടുണ്ടാകും. എന്തുകൊണ്ടാണ് കണ്ണൂർ പോലെ ഒരു ജില്ലയിൽ നിന്ന് BJP പ്രവർത്തകനാകാമെന്ന് തീരുമാനിച്ചത്? ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് 3ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ഈ RSSൻ്റെ ശാഖയിൽ പോകാനിടയായത്. അപ്പം അന്ന് RSSൻ്റെ ശാഖ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ മകനോടൊപ്പമാണ് ഞാൻ RSSൻ്റെ ശാഖയിൽ പോകുന്നത്. അങ്ങനെ പോയി RSSൻ്റെ ഒരു പ്രവർത്തകനായിട്ട്, ഒരു സ്വയം സേവകനായിട്ട് മാറി. പിന്നീട് അധ്യാപകനായിട്ടൊക്കെ വന്നതിന് ശേഷം ആണ് യുവമോർച്ചയുടെ മണ്ഡലത്തിൻ്റെ ചുമതല വഹിച്ചത്. അങ്ങനെ മണ്ഡലത്തിൻ്റെ ചുമതല, ജില്ലയുടെ ചുമതല, പിന്നെ അങ്ങനെ സംസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് അധ്യക്ഷ പദവിയിലെത്തി. പിന്നീട് 96-97 കാലഘട്ടം വരെ യുവമോർച്ച സംസ്ഥാന അധ്യക്ഷനായിരുന്നു. പക്ഷേ കണ്ണൂരിൻ്റെ എൻ്റെ ആദ്യത്തെ തുടക്കം തന്നെ, എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ സംഘർഷം തന്നെയാണ്. 1970-73 കാലഘട്ടത്തിൽ ഞങ്ങളുടെ നാട്ടിൽ കോൺഗ്രസ് ആയിരുന്നു മുഖ്യ രാഷ്ട്രീയ കക്ഷി.
കോൺഗ്രസുമായിട്ടാണ് അന്ന് ഞങ്ങളെ സംഘർഷം. ആണ്. അപ്പൊ ആ സമയത്ത് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്, അവരൊരു പിന്നെ വലിയ വ്യാപകമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് അടിയന്തരാവസ്ഥ ഒക്കെ വന്നു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം മാർക്സിസ്റ്റ് പാർട്ടിയും ധാരാളം ആളുകൾ RSSലേക്ക് ഒരു ഒഴുക്ക് തന്നെ ആ ഭാഗത്തുണ്ടായി. കാരണം അടിയന്തരാവസ്ഥക്കെതിരായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി മൗനം പാലിച്ചു. സാധാരണ വിപ്ലവ പാർട്ടി എന്ന് പറയുന്ന CPM അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ രാജ്യം മുഴുവൻ കാരാഗ്രഹമായി മാറി, ജനാധിപത്യം കുഴിച്ചു മൂടി, പത്രമാരുടെ നിയമം ഏർപ്പെടുത്തി, സർവ്വ സ്വാതന്ത്ര്യങ്ങളും ഇല്ലാതാക്കി. ഇങ്ങനൊരു കാലഘട്ടത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഒരു സമരം പോലും നടത്തിയില്ല. അക്കാര്യത്തിൽ മഹാനായ AKGക്ക് പോലും വലിയ വിഷമമുണ്ടായിരുന്നു. അയാൾ വളരെ ദുഃഖത്തോടു കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ അക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ RSS ഭാരതം മുഴുവനും കേരളത്തിലും അതിശക്തമായിട്ട് അടിയന്തരാവസ്ഥക്കെതിരെ സമരം നടത്തി, പോലീസിൻ്റെ അടി ഏറ്റുവാങ്ങി. ഇതൊക്കെ കണ്ടപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയിലെ അണികൾ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം RSSലേക്ക് ഒഴുക്കുണ്ടായി. ആ ഒഴുക്ക് തടയാൻ വേണ്ടിയിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി RSSനെതിരായിട്ടുള്ള ശാരീരികമായ അക്രമങ്ങൾ കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ ഈ കുട്ടിക്കാലത്ത് തന്നെ പോയി RSSൻ്റെ ശാഖയിൽ ബന്ധപ്പെട്ട് ഒരു പ്രേരണ, ആദർശത്തിൻ്റെ ഒരു പ്രേരണ മനസ്സിലുണ്ടായി. അതുകൊണ്ട് ഏത് പ്രതികൂല സാഹചര്യത്തെ നേരിടാനുള്ള ഒരു ശക്തിയും ധൈര്യവും ഒക്കെ നമുക്ക് ലഭിച്ചു. സ്വാഭാവികമായിട്ടും. പക്ഷെ അപ്പോഴും ഒരു സംശയം ചോദിക്കട്ടെ, അതായത് കോൺഗ്രസ് പോലെ ഒരു പാർട്ടി വളരെ ശക്തമായിട്ട് ആ പ്രദേശത്തുള്ളപ്പോൾ നമ്മൾ RSSലേക്ക് പോകണമോ അതോ വളരെ ശക്തമായ ഒരു പാർട്ടിയിലേക്ക് പോകണമോ, അങ്ങനെ ഒരു ചാഞ്ചാട്ടം എപ്പോഴെങ്കിലും ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല എൻ്റെ അച്ഛൻ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. എന്നിട്ട് പോലും ആ ഭാഗത്ത് പോകാതെ ഈ കുഞ്ഞുനാളിൽ തന്നെ RSSൻ്റെ ശാഖയിൽ പോയപ്പോൾ ഒരു രാഷ്ട്രസ്നേഹത്തിൻ്റെ, ദേശസ്നേഹത്തിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അതിൻ്റെ ഒരു ജ്വാല അതിൻ്റെ കുഞ്ഞുനാളിൽ തന്നെ നമ്മളൊക്കെ മനസ്സിലുണ്ടായിരുന്നു. ആ രാഷ്ട്രസ്നേഹം, രാജ്യസ്നേഹം, ദേശാഭിമാന ബോധം, ഇതൊക്കെയാണ് RSSൻ്റെ ശാഖയിൽ കളിയിലൂടെയും കഥകളിലൂടെയും എല്ലാറ്റിലൂടെയും കിട്ടുന്നത്. അതാണ് നമ്മുടെ ജീവിതത്തെ മോൾഡ് ചെയ്തത്. അപ്പൊ കോൺഗ്രസ് നേതാവായ അച്ഛനും ഒരു BJP ചായ്വുള്ള മകനും തമ്മിൽ രാഷ്ട്രീയ സംഘടനകളോ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛൻ അധ്യാപകരായിരുന്നു. അച്ഛൻ്റെ സ്ഥലമായിട്ടുള്ള കോഴിക്കോട് ജില്ലയിലെ നാദാപുരം വളയത്തായിരുന്നു. ഞാൻ പഠിച്ചിരുന്നത് എൻ്റെ അമ്മയുടെ സ്ഥലമായിട്ടുള്ള കണ്ണൂർ ജില്ലയിലെ പാനൂർ, ഈ സംഘർഷ ഭൂമിയിലായിരുന്നു. അപ്പം അതുകൊണ്ട് ഒരിക്കലും മറ്റൊരു പാർട്ടി അങ്ങനെ കോൺഗ്രസിലേക്ക് പോകേണ്ടി വന്നില്ല എന്ന് മാത്രമല്ല, ഇതിനു വേണ്ടി ഉറച്ചു നിൽക്കാനും ഇതിനെതിരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അക്രമത്തിനെതിരെ അതിനെതിരെ ഒരു ഫൈറ്റ് ചെയ്യാനും, അതായത് ആശയപരമായി ഫൈറ്റിംഗ് നടത്താനുമുള്ള പ്രേരണയാണ് നമുക്ക് കിട്ടിയത്. ഒരു നിറച്ച് അധ്യാപക കുടുംബം, അതായത് ആ കുടുംബത്തിലെ എല്ലാവരും എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു അധ്യാപക ബന്ധമുള്ള കുടുംബം. അങ്ങനെ ഒരു കുടുംബത്തിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് പറയുന്നത് ഒരു നല്ല സ്റ്റേബിൾ പ്രൊഫഷൻ ചൂസ് ചെയ്യുക, കൃത്യമായ സാലറി കിട്ടുന്ന, അതും വളരെ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ആ പ്രൊഫഷനിൽ നിലനിൽക്കുക എന്നൊക്കെ ഉള്ളതാണ്. പക്ഷേ അത് റിസൈൻ ചെയ്യാൻ കാണിക്കുന്ന ആ ഒരു ധൈര്യമില്ലേ, അതെങ്ങനെയാണ് ഉണ്ടായത്? അതും RSSൽ നിന്ന് കിട്ടുന്ന പ്രേരണ തന്നെയാണ്. അതെന്താ? RSSൻ്റെ പ്രചാരകന്മാരെന്ന് തന്നെ ഒരു വിഭാഗമുണ്ട്. അതായത് കുടുംബം ഉപേക്ഷിച്ച് ജീവിതം മുഴുവൻ രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിക്കുന്ന വിഭാഗമാണ് ഈ RSSൻ്റെ പ്രചാരകന്മാരെന്ന് പറയുന്നത്. എപ്പോഴെങ്കിലും മാത്രമേ കുടുംബത്തിൽ പോകാറുള്ളൂ, വിവാഹം കഴിക്കാറില്ല. അങ്ങനെ ഒരു സർവസ്വവും സമാജത്തിന് വേണ്ടിയിട്ട്, രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ജീവിതത്തിൻ്റെ ഉടമകളാണ് ഈ RSSൻ്റെ പ്രചാരകന്മാർ. അപ്പോൾ ഞങ്ങളുടെ ഈ ജീവിതത്തിൽ കുട്ടിക്കാലം മുതലേ RSSൻ്റെ പ്രചാരകന്മാരുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെടും, അവരുടെ കൂടെ യാത്ര ചെയ്യും, അവരുടെ കൂടെ പോവും, അവരുടെ കൂടെ സംസാരിക്കും. അങ്ങനെ അവരുമായിട്ടുള്ള ഈ സംസാരം, സമ്പർക്കം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലും വലിയ പ്രേരണയുണ്ട്. അവരുടെ ജീവിതം, അവരുടെ ലൈഫ് സ്റ്റൈല്, അവരൊക്കെ ജീവിതം മുഴുവൻ ഇതിനു വേണ്ടി ഉപേക്ഷിക്കാനും രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിക്കാനും തയ്യാറായി. അതിൻ്റെ ഒരു പ്രേരണയിൽ നിന്നാണ് അധ്യാപകൻ്റെ ജോലി, ഒരു താരതമ്യേന നല്ല ശമ്പളമുള്ളൊരു ജോലി ഉപേക്ഷിക്കാനും പൊതുപ്രവർത്തന രംഗത്തേക്ക് വരാനും സാധിച്ചത്. അതൊന്നു മാത്രമേ ഉള്ളൂ. ഇവരെ ഈ ഒരു ആദർശത്തിൻ്റെ പ്രേരണ തന്നെ, അതിൻ്റെ ഉൾപ്രേരണ മാത്രമല്ല. അന്ന് ഞാനൊക്കെ ലീവ് എടുക്കുന്ന സമയത്ത് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ കഴിയുമായിരുന്നില്ല. അതന്ന് അത്രയും സ്വാധീനമൊന്നും 1993 BJPയുടെ സ്വാധീനം കേരളത്തിൽ എന്താണ്? ഇല്ല. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. അത് നമ്മുടെ വൈയക്തികമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ അതൊന്നുമല്ല ഞങ്ങൾക്ക് അന്ന് ഉണ്ടായിരുന്നത്. ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് മറ്റൊന്നും കൂടിയുണ്ട്. സ്ഥാനമാനങ്ങളല്ല, ജീവിതം തന്നെ നഷ്ടപ്പെട്ടേക്കാം. അത്രയും വലിയ സംഘർഷം
ഞാൻ ഈ യുവമോർച്ചയിലൊക്കെ പ്രവർത്തിക്കുന്ന കാലത്ത് അവിടെ നിറഞ്ഞ സംഘർഷം. മാർക്സിസ്റ്റ് പാർട്ടി അധികാരം ഉപയോഗിച്ചും അല്ലാതെയും ഒരു അക്രമവും അറുകൊലയും നടത്തുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ശമ്പളത്തിൻ്റെ ഈ സ്ഥാനമാനങ്ങളോ അല്ലെ വൈയക്തികമായിട്ട് ഈ ശമ്പളം നഷ്ടപ്പെടുന്നതോ അതിനപ്പുറത്ത് ഒരു കോസിന് വേണ്ടിയിട്ട് ജീവിക്കുക, അതിനു വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുക, ഇതിൻ്റെ ഒരു പ്രേരണയാണ് അക്കാലത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എൻ്റെ കൺമുന്നിൽ തന്നെ എൻ്റെ കൂടെ പ്രവർത്തിച്ച എത്രയോ സഹപ്രവർത്തകന്മാർ മാർക്സിസ്റ്റുകാർ കൊലപ്പെടുത്തി. അതൊക്കെ ദുഃഖം കടിച്ചമർത്തിക്കൊണ്ട് തന്നെയാണ് വീണ്ടും വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോയത്. ഇങ്ങനെയുള്ള ഒരുപാട് കൊലകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അക്രമം നിറഞ്ഞ ഒരു രാഷ്ട്രീയവും ഒക്കെ കണ്ടു വളരുന്ന ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു ഫേസിൽ ഇതിൽ നല്ല മാറി നിൽക്കണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതെന്തുകൊണ്ടാണ്? ഒരിക്കലും. അതാണ് ഞാൻ പറഞ്ഞത്, അതാണ് ഈ ആദർശത്തിൻ്റെ പ്രേരണ എന്ന് പറയുന്നത്. കാരണം ഞാൻ പ്രവർത്തിക്കുന്നത് എൻ്റെ വ്യക്തിക്ക് വേണ്ടി, എൻ്റെ വൈയക്തികമായിട്ടില്ല, വ്യക്തിപരമായിട്ടുള്ള സ്ഥാനമാനങ്ങളോ ലാഭനഷ്ടങ്ങൾക്കോ വേണ്ടിയല്ല, അല്ല കുടുംബത്തിൻ്റെ ലാഭനഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് സമൂഹത്തിന് വേണ്ടിയാണ്, രാഷ്ട്രത്തിന് വേണ്ടിയാണ് എന്നുള്ള ആ ഭാവം ഉണ്ടല്ലോ. ആ ഭാവമാണ് ഈ സംഘത്തിൽ നിന്ന് അല്ലെങ്കിൽ സംഘപ്രവർത്തനത്തിൽ നിന്ന് അല്ലെങ്കിൽ സംഘപ്രചാരകന്മാരിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയത്. ആ പ്രേരണയാണ് ഈ പറഞ്ഞ പോലെ ഒരിക്കലും പിന്നോട്ടേക്ക് നോക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പം ഞാനൊക്കെ ചിന്തിക്കുന്നത്, ഇപ്പോൾ പലരും ചോദിക്കും, ഇത്ര വർഷം സ്കൂളിൽ പോയിരുന്നെങ്കിൽ ഒരു മാസം ഇത്ര ശമ്പളം, ഒരു 80,000 ശമ്പളം, 80,000 രൂപ ഇത്ര ഒരു കൊല്ലം, 12 മാസം 12 ഇൻറ്റു ഇത്ര വർഷം ഗുണിച്ചാൽ എത്ര കിട്ടും? അതിനുശേഷം പിന്നെ പെൻഷൻ 45,000 കിട്ടും. അത് എത്ര? ഒരു മാസം 45,000, അങ്ങനെ ഒരു വർഷം എത്ര? ഇതെല്ലാം കണക്കൂട്ടുന്ന ഒരു പക്ഷേ കണക്കൂട്ടി ചില ആൾക്കാർ ചോദിക്കാറുണ്ട്. പക്ഷെ അതിനും ഞാൻ കാണുന്നത് എൻ്റെ ഈ സാമ്പത്തിക നഷ്ടമല്ലേ, പക്ഷെ എൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള എത്രയോ സഹപ്രവർത്തകന്മാരുടെ ജീവിതം അവർ ഈ ആദർശത്തിൻ്റെ ബലിപീഠത്തിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിനേക്കാൾ വലുതാണ് എൻ്റെ ഈ സാലറിയും ശമ്പളവും. ഇതാണ് സ്വാഭാവികമായിട്ടും ഞാൻ മാത്രമല്ല, രാഷ്ട്രീയ സ്വയംസേവക സംഘവുമായി ബന്ധപ്പെട്ട BJPയുമായി ബന്ധപ്പെട്ട എല്ലാവരും ചിന്തിച്ചിരുന്നത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും പിന്നോട്ടേക്ക് പോകണം എന്നാഗ്രഹിച്ചില്ല. വേറൊരു വഴി തിരഞ്ഞെടുക്കണമെന്നും ആഗ്രഹിച്ചിട്ടില്ല അല്ലെ? പക്ഷെ അങ്ങനെയുള്ള ഒരാൾ എന്തുകൊണ്ടാണ് നമ്മൾ ജനിച്ചു വളർന്ന ഒരു സ്ഥലമുണ്ട്, തലശ്ശേരി പോലെ ഒരു സ്ഥലത്ത് ഇത്രമാത്രം പ്രാധാന്യമുള്ള, ഇത്രമാത്രം സ്വാധീനമുള്ള ഒരു നേതാവായി നിൽക്കുമ്പോൾ കാട്ടാക്കട പോലൊരു മണ്ഡലത്തിൽ വന്ന് മത്സരിക്കാമെന്ന് 2006 തീരുമാനമെടുക്കുന്നത്? ഞാൻ പിന്നെ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലെത്തിയ സമയത്താണ് എന്നോട് അന്ന് സംഘടന, പ്രത്യേകിച്ചും അന്നത്തെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ KG മാരാർജി എന്ന് ഞങ്ങൾ വിളിക്കുക, അതുപോലെ തന്നെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരുന്ന PP മുകുന്ദേട്ടൻ, അത് RSന്റെ പ്രചാരകനായിരുന്നു. അവർ പറഞ്ഞു ഒരു മാസം ലീവ് എടുത്ത് തിരുവനന്തപുരത്ത് വരണമെന്ന്. അങ്ങനെ ഒരു മാസം ലീവ് എടുത്തിട്ട് തിരുവനന്തപുരത്ത് പോയതാണ്. പിന്നെ തിരിച്ച് സ്കൂളിലേക്ക് പോയിട്ടില്ല. പിന്നെ തിരുവനന്തപുരം കേന്ദ്രമായിട്ടാണ് 93 മുതൽ പ്രവർത്തിച്ചത്. പിന്നെ യുവമോർച്ചൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ആ പദവി കഴിഞ്ഞതിന് ശേഷം BJPയുടെ സംസ്ഥാന സെക്രട്ടറിയായി, ജനറൽ സെക്രട്ടറിയായി, പിന്നെ സംഘടനാ സെക്രട്ടറിയായി. പിന്നീടാണ് 2006 മുതൽ 2006 ഞാൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായത്. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി. അപ്പോൾ ആ സമയത്ത് എൻ്റെ കർമ്മഭൂമി തിരുവനന്തപുരമായി മാറി. തിരുവനന്തപുരം ഓഫീസാണ് നമ്മളെ സെൻട്രൽ BJP ഓഫീസിൽ. അതിനുശേഷം 2011 അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അഖിലേന്ത്യാ നേതാവും കേരളത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന മുൻ വിദേശകാര്യമന്ത്രി ശ്രീമതി സുഷമ സ്വരാജ് കേരളത്തിൽ വന്നു തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയായിട്ട്. അപ്പോൾ അന്ന് പറഞ്ഞു എല്ലാ പ്രധാനപ്പെട്ട ആളുകളും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം. അങ്ങനെ പറഞ്ഞപ്പോൾ നിർബന്ധിച്ചപ്പോഴാണ് തിരുവനന്തപുരത്ത് കാട്ടാക്കട, അത് ഗ്രാമപ്രദേശമാണ് കാട്ടാക്കട, ആ കാട്ടാക്കടയിൽ മത്സരിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അന്ന് കാട്ടാക്കടയിൽ ഞാൻ മത്സരിക്കുന്ന സമയത്ത് കാട്ടാക്കട ആ മണ്ഡലത്തിന് ആകെ കുറഞ്ഞ വോട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു 10,000 വോട്ട്. അപ്പോൾ ഇതിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം 16,800 വോട്ട് ആയിട്ട് വർദ്ധിച്ചു അത്. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഞാനവിടെ സ്ഥിരമായിട്ട് ഒരു സ്ഥിര സന്ദർശകനായി. പിന്നെ അവിടുത്തെ പാർട്ടി പരിപാടി പങ്കെടുക്കും സ്ഥിരമായിട്ട്, അതുപോലെ തന്നെ പൊതുപരിപാടി പങ്കെടുക്കും, പിന്നെ മരണം, വിവാഹം, റിസപ്ഷൻ, അങ്ങനെ കാട്ടാക്കടയുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറി. പിന്നെ 16 വീണ്ടും
തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ മത്സരിച്ചു. ആ തെരഞ്ഞെടുപ്പിൽ 16,800 വോട്ട് 39,000 വോട്ടായിട്ട് ഉയർന്നു. പക്ഷെ ജയിച്ചില്ല. മനസ്സിലായി. പക്ഷെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എൻ്റെ സ്വന്തം നാട്ടിലായിരുന്നു ഞാനിങ്ങനെ മത്സരിച്ചിരുന്നതെങ്കിൽ ഇത് ചരിത്രം മറ്റൊരു രീതിയിലായേനെ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. എനിക്ക് എനിക്ക് അവിടെ അങ്ങ് ഇഷ്ടപ്പെട്ടു. കാട്ടാക്കടയിലെ നമ്മളെ പ്രവർത്തകരെ, അവരുടെ കുടുംബങ്ങളെ, അതുപോലെ അവിടുത്തെ സമൂഹത്തെ, അപ്പോൾ നല്ല രീതിയിൽ അവരെ ഇഷ്ടപ്പെട്ടു. ആ ഇഷ്ടപ്പെട്ടത് കൊണ്ട് അവരെ കൂടുതൽ സമയം, എൻ്റെ പൊതുപ്രവർത്തനത്തിൻ്റെ ഒരു കൂടുതൽ സമയം അവിടെ ചെലവഴിക്കാൻ എനിക്ക് മനസ്സ് വന്നു. എനിക്ക് അങ്ങനെ തോന്നി. അങ്ങനെയാണ് അവിടെ മത്സരിച്ചത്. അതുകൊണ്ട് അവിടെ മത്സരിച്ച് തന്നെയാണ് നല്ലത്. ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും അത് നല്ലതാണ്. ഉചിതമായൊരു സ്ഥലമാണ് ഞാൻ തിരഞ്ഞെടുത്തത് എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തുടർച്ചയായിട്ട് 3 തവണ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരിച്ചത്. BJPക്ക് പറ്റുന്ന ഒരു മണ്ണല്ല കേരളം, അല്ലെങ്കിൽ കേരളത്തിൽ ഒരിക്കലും BJP എത്തില്ല, അധികാരത്തിൽ എത്തില്ല എന്ന് പറഞ്ഞിടത്ത് നിന്ന് BJP പലയിടങ്ങളിലും അധികാരത്തിൽ വന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ കാട്ടാക്കടയിൽ ഇനി ഒരു തവണ മത്സരിക്കുമ്പോൾ ആ ഒരു ശുഭാപ്തി വിശ്വാസം കൂടുതലുണ്ടാകുമോ? രാഷ്ട്രീയത്തിൽ എപ്പോഴാണ് മാറ്റം വരിക എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ഉദാഹരണത്തിന് 1984 BJPക്ക് ഇന്ത്യയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റാണ് കിട്ടിയത്. ആ സമയത്തായിരുന്നു CPMകാരൊക്കെ കളിയാക്കിയിരുന്നു. ഈ കുടുംബാസൂത്രണത്തിൻ്റെ മുദ്രാവാക്യം ഉണ്ടല്ലോ, നാം 2 നമുക്ക് 2, അപ്പം BJPക്കും 2. പക്ഷേ 89-ലാകുമ്പോഴേക്കും BJPയുടെ MP-മാരുടെ എണ്ണം 83-ലേക്ക് ഉയർന്നു. അത് പടിപടിയായിട്ട് ഉയർന്നിട്ടാണ് ഇപ്പം 3 വട്ടം ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യ രാജ്യം ഭരിക്കുന്നൊരു രാഷ്ട്രീയ പാർട്ടിയായി മാറിയത്. ഇപ്പോൾ കാട്ടാക്കടയിലും നമ്മുടെ ക്രമാനുഗതമായിട്ട് വോട്ടുകൾ വർദ്ധിപ്പിച്ചു. ഇപ്പം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFനെയും UDFനെയും 2-3 സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ടാണ് BJP 1-ാം സ്ഥാനത്ത് വന്നത്. ഇപ്പം ഇക്കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അവിടെ 2 പഞ്ചായത്തിൽ BJPക്ക് ഭരിക്കാൻ സാധിച്ചു. 46 ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെ വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 4 ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരെ വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഏതാണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും തുല്യതയോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ തരത്തിൽ ക്രമാനുഗതമായിട്ട് അവിടെ വളർന്നിട്ടുണ്ട്. ഞാനല്ല, BJP ആരെ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയാലും അവർ നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ കാട്ടാക്കടയിലെ രാഷ്ട്രീയ സാഹചര്യം ബോധ്യപ്പെടുന്നത്. കാരണം കേരളത്തിലെയും കാട്ടാക്കടയിലെയും ജനങ്ങൾക്ക് ഈ LDF UDF മടുത്തു. ഇത് 10-68 വർഷമായില്ലേ, ഒരു ഗുണവും ഇല്ല. ഈ ഒന്നുകിൽ LDF അല്ലെങ്കിൽ UDF അല്ലെങ്കിൽ UDF LDF. കേരളത്തിലൊരു മാറ്റവും വന്നിട്ടില്ല. മാറ്റം വന്നില്ല എന്ന് മാത്രമല്ല, എല്ലാ രംഗത്തും നമ്മുടെ സംസ്ഥാനം തകർന്ന് തരിപ്പണമായി. ഇത് കാട്ടാക്കടയിലും കാണാം. അതുകൊണ്ട് ആളുകൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ BJPക്ക് വളരാൻ സാധ്യതയില്ല, ഇതായിരുന്നു വിശ്വാസം. ഇപ്പം അതല്ല, അത് മാറി. BJPക്ക് ജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വന്നു. ഇപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി 75,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചു അല്ലേ? ഈ BJPക്ക് ഒരു സീറ്റ്, CPMന് ഒരു സീറ്റേ ഉള്ളൂ കേരളത്തിൽ ലോക്സഭയിൽ. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുമ്പോൾ ഈ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം BJPക്ക് ഒരു മേയർ തിരുവനന്തപുരത്ത്, CPMന് ഒരു മേയറേ ഉള്ളൂ, അത് കോഴിക്കോട്ട്. കേരളത്തിന് തലസ്ഥാനം ഭരിക്കുന്നത് ഇപ്പം BJPയാണ്. പക്ഷെ കൃഷ്ണദാസ് സാറൊക്കെ ഒരുപാട് വർഷങ്ങളായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ്. ഇത്രയും വർഷങ്ങൾ നമുക്ക് ഒരു സീറ്റ് പോലും ഈ ഒരു കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ നേടാൻ പറ്റാതെ അപ്പോഴും അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു പ്രഷർ അതിഭീകരമായിരുന്നു? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ജയിക്കണം എന്നുള്ള ആഗ്രഹം ആർക്കും ഉണ്ടാവും. അതെ, തീർച്ചയായിട്ടും. പക്ഷെ ഒരു ജയപരാജയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൽ നിൽക്കുന്നതും മുന്നോട്ട് പോകുന്നതും. അതിൻ്റെ പ്രേരണ അല്ലെങ്കിൽ അധികാരത്തിൻ്റെ പ്രേരണയല്ല നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്നത്, ആദർശത്തിൻ്റെ പ്രേരണയാണ്. അതാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടി, BJP ഈസ് എ പാർട്ടി വിത്ത് എ ഡിഫറൻസ് എന്ന് പറയുന്നത്. മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടിയും അധികാരവുമായി ബന്ധപ്പെടുന്നത്. നമ്മൾ അധികാരത്തിൽ വിശ്വാസമില്ല അല്ലെങ്കിൽ അധികാരത്തിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതല്ല. അധികാരം വേണം, രാഷ്ട്രീയ രംഗത്ത് അധികാരം വേണം. ജനാധിപത്യ സംവിധാനത്തിൽ അധികാരത്തിലൂടെ രാഷ്ട്രം മാറ്റം വരുത്താൻ കഴിയും. പക്ഷേ മുന്നോട്ടേക്ക് പോകാനുള്ള ഇന്ധനം എന്താ? അത് ആദർശം.
അധികാരമല്ല. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുമ്പോഴാണേലും ആ പാർട്ടിക്കുള്ളിൽ തന്നെ പല അഭിപ്രായ ഭിന്നതകളും ഉണ്ടാകും. അത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ പലരും പ്രകടിപ്പിക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ പ്രകടിപ്പിച്ചതിൻ്റെ പേരിൽ മാറി നിൽക്കേണ്ടി വരികയോ മാറ്റി നിർത്തപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. അല്ല, ഒന്ന് രാഷ്ട്രീയ പാർട്ടിയിൽ, ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയിൽ മനുഷ്യരെല്ലാവരും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. ആ അഭിപ്രായങ്ങൾ അതത് വേദികളിൽ പ്രകടിപ്പിക്കുകയും വേണം, ചർച്ച നടക്കും. പക്ഷെ ആത്യന്തികമായിട്ട് എല്ലാവരും ചേർന്നിട്ട് ഒരു തീരുമാനം കൈക്കൊള്ളും. ആ തീരുമാനമായിട്ട് മുന്നോട്ട് പോകും. ഇതാണ് ജനാധിപത്യത്തിൻ്റെ രീതി. ആ രീതി ഉണ്ടായേ മതിയാവൂ. കാരണം ജനാധിപത്യത്തിൻ്റെ ഈ രീതി ഇല്ലെങ്കിൽ ഏത് സംഘടനയും ശിഥിലീകൃതമാകും. ഇപ്പം ആഗോളതലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ഇപ്പം തകർന്ന് തരിപ്പണമായില്ലേ. ഇപ്പം ആഗോളതലത്തിൽ കമ്മ്യൂണിസ്റ്റേ ഇല്ലല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇല്ല. അവർക്ക് സംഭവിച്ചത് അതാണ്. അതേസമയം നമ്മളെ സംബന്ധിച്ച് ഇതുപോലെ പാർട്ടിക്കകത്ത് അഭിപ്രായങ്ങളുണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ അവസാനം എല്ലാം ഒരു തീരുമാനം എടുക്കും. പക്ഷേ ഇന്നേ അഭിപ്രായം സ്വീകരിച്ചതുകൊണ്ട് മാറ്റി നിർത്തപ്പെടുക അല്ലെങ്കിൽ മാറ്റി നിർത്തുക, ഈ ഒരു രീതി ഭാരതീയ ജനതാ പാർട്ടിയിൽ സാധാരണ ഇല്ല. മുതിർന്നൊരു നേതാവായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരാളായിരിക്കുമല്ലോ. നമ്മളിങ്ങനെ പലരോടും ചോദിക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള പല അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളും കേൾക്കാറുണ്ട്. അദ്ദേഹത്തിന് ഈ രാത്രി ചിലപ്പോൾ 4 മണിക്കൂർ മാത്രം ഉറങ്ങുകയും ബാക്കി 20 മണിക്കൂർ ജോലി ചെയ്യുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതകൾ സാർ നോട്ട് ചെയ്തിട്ടുണ്ടോ? സാധാരണ മോദിജിയുമായിട്ട് നമുക്കുള്ള ബന്ധം ആരംഭിക്കുന്നത്, ഞങ്ങൾ സ്കൂൾ ജോലി എന്ന് വിട്ട് മുഴുവൻ സമയ പ്രവർത്തകരായിട്ട് വന്നു. ആ സമയത്തൊരു അന്ന് BJPക്കകത്തൊരു സിസ്റ്റം ഉണ്ടായിരുന്നു, സംഘടനാ സിസ്റ്റം. അതായത് അന്ന് ഞാൻ മാത്രമല്ല മുഴുവൻ സമയ പ്രവർത്തകരായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇന്നത്തെ MT രമേശ് ഉൾപ്പെടെയുള്ള ആളുകൾ. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ തന്നെ ആ സമയം ഈ മുഴുവൻ സമയ പ്രവർത്തകരാവാൻ തയ്യാറുള്ളവരെ സമ്പർക്കം ചെയ്തു. അങ്ങനെ 10-20 ചെറുപ്പക്കാരെന്ന് പാർട്ടിക്ക് വേണ്ടി മുഴുവൻ സമയം പ്രവർത്തിക്കാൻ തയ്യാറായി. അതിലൊരാളായിരുന്നു MT രമേശ്. ഇന്നും അയാൾ മുഴുവൻ സമയ പ്രവർത്തകൻ തന്നെയാണ് ഞങ്ങളെപ്പോലെ തന്നെ. അപ്പോൾ ഈ സമയത്ത് അന്ന് ആ BJPയുടെ സിസ്റ്റം അനുസരിച്ച് ഈ സംഘടനാ സെക്രട്ടറിമാർ എന്നൊരു പോസ്റ്റുണ്ട്. അത് RSSൻ്റെ പ്രചാരകന്മാരാണ് ആ സ്ഥാനത്ത് ഇരിക്കുന്നത്. അവർ ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ചിട്ടും ഞങ്ങളുടെ പ്രവർത്തനത്തിൽ എന്തൊക്കെ വ്യക്തിപരമായിട്ടുള്ള പ്രയാസങ്ങളുണ്ടോ ഇതൊക്കെ ഒരു അന്വേഷിക്കുക പതിവുണ്ട്. അഖിലേന്ത്യാ തലത്തിൽ സംഘടനാ സെക്രട്ടറി ആയിരുന്നു അക്കാലത്ത് ശ്രീമാൻ നരേന്ദ്രമോദിജി. അപ്പോൾ അദ്ദേഹം ഒരു 6 മാസം കൂടുമ്പോൾ വരും, ഞങ്ങളെല്ലാവരോടും ഒറ്റയ്ക്ക് വിളിച്ച് ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് കുടുംബജീവിതത്തെക്കുറിച്ചിട്ടൊക്കെ ചോദിക്കും. അത് ഞങ്ങൾക്കൊക്കെ ഒരു അന്നൊരു വലിയ ഇതാണ്, സന്തോഷമാണ്. കാരണം ഞങ്ങൾ വീട് വിട്ട് വന്നവരാണല്ലോ. അപ്പോൾ ഞങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ സംഘടനയുണ്ട്, സംഘടനക്കകത്തൊരു സംവിധാനമുണ്ട് അതൊരു ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന ആ സമയത്താണ് ആദ്യമായിട്ട് മോദിജിയെ കാണാനിടയായത്. പിന്നീട് ഇപ്പോൾ അദ്ദേഹം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായ സമയത്ത് പല പരിപാടികൾക്കും വേണ്ടിയിട്ട് കേരളത്തിൽ വന്നിരുന്നു. ആ സമയത്തും കാണാൻ സാധിച്ചു. പിന്നീടാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായത്. പിന്നെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, എന്തെങ്കിലും ചെറിയ അനുഭവങ്ങളുണ്ടോ? ഇന്ത്യൻ റെയിൽവേ ബോർഡിൻ്റെ കീഴിലുള്ള പാസഞ്ചർ എമ്യൂണിറ്റീസ് കമ്മിറ്റി എന്ന് പറയുന്നൊരു കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് എന്നെ നിശ്ചയിച്ചു. അന്ന് ഞങ്ങൾ 14 പേരായിരുന്നു മെമ്പർമാർ. ഞാൻ ചെയർമാനും 14 ആളുകൾ മെമ്പർമാരായിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ചുമതലയേറ്റ ഉടനെ തന്നെ ഒരു ഫോട്ടോ സെഷന് വേണ്ടിയിട്ട് പ്രധാനമന്ത്രിയോട് ഒരു അപ്പോയിൻമെൻറ്റ് ചോദിച്ചു. അന്ന് ഞങ്ങളുടെ പാർലമെൻറ്റിനകത്ത് പാർലമെൻറ്റ് സെഷൻ നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ മന്ത്രി അന്ന് പീയൂഷ് ഗോയൽജി ആയിരുന്നു. അദ്ദേഹമായിട്ട് സംസാരിച്ചു. അതിനുശേഷമാണ് ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ ഒരു മിനിറ്റ് ചോദിച്ചത്, ഒരു ഫോട്ടോ സെഷൻ. കാരണം എൻ്റെ കൂടെയുള്ള മെമ്പർമാരെല്ലാം വളരെ സീനിയറായിട്ടുള്ള നേതാക്കന്മാരാണ്. അതിലൊരാളിപ്പോൾ രാജസ്ഥാനിലെ മുഖ്യമന്ത്രിയാണ്, ഭജൻലാൽ. അപ്പോൾ അവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അനുവാദം കിട്ടി. ചെന്ന് ഒരു ഫോട്ടോ മാത്രം, ആ ഫോട്ടോ പോരാ, ഇരിക്കാൻ പറഞ്ഞു എല്ലാവരോടും. ഇരുന്നു. എന്നിട്ട് PAC പാസഞ്ചർ എമ്യൂണിറ്റീസ് കമ്മിറ്റിയുടെ ചുമതല എന്താ, ചെയർമാൻ എന്ത് ചെയ്യണം, മെമ്പർമാർ എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് ഒരു 10-15 മിനിറ്റ് ക്ലാസ് എടുത്തു തന്നു. അപ്പോൾ അന്നേരമാണ് ഞങ്ങളുടെ ചുമതല എന്താണെന്ന് ഞങ്ങൾക്കും ബോധ്യം വന്നത്. അദ്ദേഹം പറഞ്ഞു, ഇത്രയും കോടിക്കണക്കിന് രൂപ യാത്രക്കാർക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നുണ്ട്. ഇത് യാത്രക്കാർക്ക് ഇതിൻ്റെ ആനുകൂല്യം കിട്ടുന്നുണ്ടോ, സൗകര്യങ്ങളുണ്ടോ, ഇത് പരിശോധിക്കാനാണ് നിങ്ങളെ അയച്ചിരിക്കുന്നത്. നിങ്ങളിത് റെയിൽവേ സ്റ്റേഷനിൽ ഇൻസ്പെക്ഷൻ നടത്തണം, പരിശോധിക്കണം. തീവണ്ടിയിൽ പരിശോധന നടത്തണം, അവിടെ യാത്രക്കാരുടെ സൗകര്യം ഉറപ്പുവരുത്തണം. ഈ തരത്തിൽ അതില്ലെങ്കിൽ അത് പരിഹരിക്കാൻ, ആ തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം.
എന്ന് വളരെ ശക്തമായിട്ടുള്ള നിർദ്ദേശം നൽകി. ഇത് പറയുന്ന സമയത്ത് റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ, ഉയർന്ന ഡൽഹിയിലുള്ള ഉദ്യോഗസ്ഥന്മാരും കൂടെ ഉണ്ടായിരുന്നു. അവരെ മുന്നിൽ നിന്നാണ് പറയുന്നത്. മാത്രമല്ല, ഉദ്യോഗസ്ഥന്മാർ പറയുന്നതല്ല നിങ്ങൾ കേൾക്കേണ്ടത്. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് അതാണ്, അല്ലെങ്കിൽ തെറ്റെന്ന് തോന്നുന്നത് അതിനടിസ്ഥാനത്തിലാണ് നിങ്ങൾ നിലപാടെടുക്കേണ്ടത്. ഇതും പറഞ്ഞു തന്നു. അപ്പം അതിനുശേഷം നോക്കൂ, ഒരു പ്രധാനമന്ത്രി ആകെ ഈ നമ്മുടെ റെയിൽവേ യാത്രക്കാരുടെ ആവശ്യങ്ങൾ അത് പരിഹരിക്കാൻ ഉള്ള ഒരു കമ്മിറ്റിയുടെ കാര്യത്തെക്കുറിച്ചാണ് 15 മിനിറ്റ് സംസാരിക്കുന്നത്. നോക്കൂ, ഒരു പ്രധാനമന്ത്രിയാണ്. ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഈ കമ്മിറ്റിയും തമ്മിൽ എന്താ ബന്ധം? പക്ഷേ എത്ര മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും അദ്ദേഹം ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടി, ഈ അദ്ദേഹത്തിൻ്റെ സ്വപ്ന പദ്ധതിയാണ് സ്വച്ഛ് റെയിൽവേ സ്റ്റേഷൻ്റെ ശുചീകരണം, ശുചിത്വം. നോക്കൂ, അത് ഞങ്ങളുടെ കമ്മിറ്റി 2 വർഷം പൂർണ്ണമായി ശ്രദ്ധിച്ചത് ഇക്കാര്യത്തിലായിരുന്നു. പക്ഷെ ഇന്നത് ഒരു യാഥാർത്ഥ്യമായി മാറി. ഇന്ന് നോർത്ത് ഇന്ത്യയിലടക്കം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും പോയാൽ ഒരു കാര്യം ഉറപ്പാണ്, റെയിൽവേ സ്റ്റേഷൻ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു, ഈ പാസഞ്ചർ അമ്യൂണിറ്റി കമ്മിറ്റിയിൽ അംഗമായതിനു ശേഷം ആദ്യം ചെയ്ത ഒരു കാര്യം എന്തായിരുന്നു? റെയിൽവേ സ്റ്റേഷൻ്റെയും അതേപോലെ തീവണ്ടിയുടെയും ഈ ശുചിത്വം അത് പൂർണ്ണമായും ഞങ്ങൾ ഉറപ്പുവരുത്തി. 2 യാത്രക്കാരുടെ സൗകര്യങ്ങൾ, അത് ഒരുപാട് സൗകര്യം എമ്യൂണിറ്റീസ് ഉണ്ട്. അത് റെയിൽവേ സ്റ്റേഷനിലായാലും തീവണ്ടിയിലായാലും അത് ഉറപ്പുവരുത്താൻ ഞങ്ങളുടെ ഞാൻ 860 റെയിൽവേ സ്റ്റേഷനുകൾ ഇൻസ്പെക്ഷൻ നടത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ. മൊത്തം എത്ര റെയിൽവേ സ്റ്റേഷനുകൾ? ഏതാണ്ട് 1600 റെയിൽവേ സ്റ്റേഷനുണ്ട്. അതിൽ 860 എണ്ണത്തിൽ നേരിട്ട് പോയി ഇൻസ്പെക്ഷൻ നടത്തിയിട്ടുണ്ട് 4 വർഷത്തിനിടയിൽ. അങ്ങനെ നമ്മുടെ റെയിൽവേ ഞങ്ങളെ ചുമതലയുടെ അപ്പുറത്തും ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ടിട്ട്. പക്ഷേ ഈ സ്വച്ഛ് റെയിൽവേ സ്റ്റേഷൻ എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു യാത്രയാണ്. കാരണം നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ശരിയാക്കി തുടങ്ങുന്ന മറ്റേ സ്ഥലത്ത് നിന്ന് വൃത്തികേടാക്കി തുടങ്ങാനും വലിയ സമയമൊന്നും വേണ്ടല്ലോ. അപ്പം എങ്ങനെയായിരുന്നു ഈ ഒരു ലക്ഷ്യം കംപ്ലീറ്റ് ആയിട്ട് പൂർത്തീകരിക്കാൻ സാധിച്ചത്? ഒന്ന്, അതിൽ ഏറ്റവും വലിയ ഗുണം കിട്ടിയത് പ്രധാനമന്ത്രിയുമായിട്ടുള്ള ചർച്ച, അതിൽ ഉദ്യോഗസ്ഥന്മാരും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഇൻസ്പെക്ഷന് വലിയ പ്രാധാന്യം ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഞങ്ങൾ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും പോകുന്നില്ല, പക്ഷേ എല്ലാ 5-10 റെയിൽവേ സ്റ്റേഷനിലൂടെ ഞങ്ങൾ എല്ലാ റെയിൽവേ സ്റ്റേഷനിലെ പ്രശ്നങ്ങളാണ് അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ അക്കാര്യത്തിൽ നടപടിയെടുക്കാൻ ഉദ്യോഗസ്ഥന്മാർ തയ്യാറായി. കാരണം മുകളിൽ നിന്ന് അങ്ങനെയാണ് നിർദ്ദേശം വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ശ്രമം, അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഇക്കാര്യത്തിലുള്ള നിർദ്ദേശം, ഇത് രണ്ടും കൂടി വന്ന സമയത്ത് അത് ഒരു ഓട്ടോമാറ്റിക്കായി ജനങ്ങളങ്ങ് ഏറ്റെടുത്തു ഈ സ്വച്ഛ് റെയിൽ എന്നുള്ളത്. ആദ്യം ഇതിൻ്റെ നമ്മുടെ ഒരു ഭാഗത്ത് നല്ല പുഷിങ് ഉണ്ടായി, പിന്നെ അതൊരു ജനങ്ങളങ്ങ് ഏറ്റെടുത്ത് കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗം കൂടിയിട്ടാണ് ഇത്. പക്ഷേ ഒരു കാര്യം, നമ്മുടെ പ്രധാനമന്ത്രിയുടെ കഴിവ്, ശ്രദ്ധ, അതാണ് ഇതിൻ്റെ വിജയത്തിൻ്റെ ആധാരം. ആ കാലഘട്ടത്തിൽ നമ്മൾ നോട്ടീസ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്തായിരുന്നു ഈ PSC കമ്മിറ്റിയിലായിരുന്ന സമയത്ത്? ഒന്നും ശുചിത്വം ഉണ്ടായിരുന്നില്ല. അത് സത്യമാണ്. ഒരു വെയിറ്റിംഗ് റൂമിൽ ഒന്നും ഇരിക്കാൻ കഴിയില്ല, ഒരു ബാത്റൂമും ഒരു ടോയ്ലറ്റും ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നെ മാത്രമല്ല, ഇരിക്കാൻ സൗകര്യങ്ങളേ ഉണ്ടായിരുന്നില്ല, ഫാൻ ഉണ്ടാകില്ല. അതുപോലെ തന്നെ ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലത്ത് ഒരു 2-3 കൗണ്ടർ വേണ്ട സ്ഥലത്ത് ഒരു കൗണ്ടറും ലോങ് ക്യൂ ആണ് ഉണ്ടാവില്ല. ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടായി. ഇതെല്ലാം മാറ്റാനും കൂടുതൽ പണം എമ്യൂണിറ്റീസിന് വേണ്ടിയിട്ട് കൂടുതൽ പണം അനുവദിക്കുക, അതും വേണം. ഈ ശ്രദ്ധിച്ചാൽ മാത്രം പോരാ, അലോട്ട്മെൻറ്റ് വേണം, പണം വേണം. അപ്പം പാസഞ്ചർ എമ്യൂണിറ്റീസിന് വേണ്ടിയിട്ട് പണം അനുവദിക്കുന്ന രീതിയിലേക്ക് മാറി. അതായത് പാസഞ്ചർ എമ്യൂണിറ്റീസിന് ഒരു വലിയ പ്രാധാന്യം കൊടുപ്പിക്കാൻ ഞങ്ങളുടെ ഇടപെടൽ കൊണ്ട് കഴിഞ്ഞു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മാത്രമല്ല, കേരളത്തിലും ഒരു ഇക്കാര്യത്തിൽ പലതും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ ചെയർമാനായ സമയത്താണ് ഈ അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീം എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ റീഡെവലപ്മെൻറ്റ് സ്കീമിന് റെയിൽവേ മന്ത്രാലയം അനുമതി കൊടുത്തു. അതിൽ കേരളത്തിൽ 35 റെയിൽവേ സ്റ്റേഷനെ ഉൾപ്പെടുത്തി. അത് സാധാരണ അതിൻ്റെ ആദ്യം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 10-12 റെയിൽവേ സ്റ്റേഷനെ ആദ്യം ഉൾപ്പെടുത്തിയിരുന്നുള്ളൂ. പിന്നീടത് ഞാനത് അക്കാര്യം മന്ത്രിയുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു സ്കീമുണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വിളിപ്പിച്ചു. അപ്പോൾ അന്നേരമാണ് 12-13 റെയിൽവേ സ്റ്റേഷൻ മാത്രമേ കേരളത്തിൽ നിന്ന് ആ ലിസ്റ്റിലുള്ളൂ.
അതിനുശേഷം നമ്മുടെ ഭാഗത്ത് നല്ല ഇടപെടലുണ്ടായി, മന്ത്രിയോട് സംസാരിച്ചു. അങ്ങനെ 35 റെയിൽവേ സ്റ്റേഷൻ അതിൽ ഉൾക്കൊള്ളിച്ചു എന്ന് മാത്രമല്ല, അതിൽ 8 റെയിൽവേ സ്റ്റേഷൻ 35 എയർപോർട്ടിന് സമാനമാക്കി മാറ്റുന്ന ഒരു സ്കീം ഉണ്ടായിരുന്നു, അതിലും ഉൾപ്പെടുത്താൻ സാധിച്ചു. ഉദാഹരണത്തിന് നമ്മുടെ തിരുവനന്തപുരം, വർക്കല, പിന്നെ ചെങ്ങന്നൂർ, എറണാകുളം നോർത്ത് സൗത്ത്, തൃശ്ശൂർ, അതുപോലെ കോഴിക്കോട്, ഈ സ്ഥലങ്ങളിൽ അവരൊക്കെ എയർപോർട്ടിന് സമാനമാക്കി മാറ്റുന്ന സ്കീമാണുള്ളത്. 175 മുതൽ 460 കോടി രൂപ വരെയാണ് ഈ സ്റ്റേഷനുകളിലെ ഈ വികസനത്തിന് വേണ്ടിയിട്ട് നീക്കി വെച്ചിട്ടുള്ളത്. അത് മനസ്സിലാക്കേണ്ടത്, നേരത്തെ കേരളത്തിൽ UPA ഭരിച്ചപ്പോൾ കേരളത്തിന് കൊടുത്തത് 2013-14 അതായത് UPA CPM-ഉം കോൺഗ്രസും ഒക്കെ ഒരുമിച്ച് ഭരിക്കുന്ന ആ സമയത്ത്, രണ്ടാം അവരുടെ UPA ഭരണം, ആ സമയത്ത് ആകെ കേരളത്തിന് വികസനത്തിന് കൊടുത്ത 360 കോടിയാണ്. ഇപ്പോൾ നമ്മുടെ ഈ കാലത്ത് ഈ അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിന് മാത്രം കൊടുത്തിരിക്കുന്ന 3680 കോടി രൂപയാണ്. അപ്പോൾ അത്തരത്തിലൊരു ഇടപെടലിലൂടെ ഈ ഒരു സ്കീം കേരളം നടപ്പാക്കാൻ സാധിച്ചു. അതിൽ എളിയ പങ്കെന്ന് പറഞ്ഞാൽ, അതായത് കേന്ദ്ര ഗവൺമെൻറ് സ്കീമാണ്, റെയിൽവേ മന്ത്രാലയമാണ് നടപ്പാക്കുന്നത്. പക്ഷേ കേരളത്തിലെ കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളെ അതിൽ ഉൾപ്പെടുത്താൻ നമ്മുടെ ഈ PSC ചെയർമാൻ എന്നുള്ള നിലയിൽ നമ്മൾ ഇടപെടൽ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും അതിൻ്റെ കൂടെ നടക്കുകയും ചെയ്ത ഒരാൾ എന്നുള്ള നിലയിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് കൊണ്ട് ജീവിതത്തിനുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയുക? ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടമുണ്ടായി എന്ന് ഞാൻ കരുതുന്നില്ല. അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറുമില്ല. കാരണം വ്യക്തി ജീവിതത്തിൽ നഷ്ടമാണോ ലാഭമാണോ അതെൻ്റെ കൺസേൺ അല്ല. പക്ഷേ നമ്മുടെ ഈ പൊതുപ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കാൻ, പിന്നെ ഈ നേരത്തെ പറഞ്ഞില്ലേ, എന്തെങ്കിലും ജനങ്ങൾക്ക് എന്തെങ്കിലും നന്മ ചെയ്യാൻ അത് കഴിഞ്ഞിട്ടുണ്ട് എന്ന ചാരിതാർത്ഥ്യം ഈ പൊതുപ്രവർത്തനത്തിൽ എനിക്കുണ്ട്. കഴിഞ്ഞ കുറേ വർഷക്കാലത്തെ ദീർഘകാല രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ ഒരു സമൂഹത്തിന് വേണ്ടി ചിലതൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു തോന്നലാണ് എന്നെ സംബന്ധിച്ചിടത്ത്. വ്യക്തിപരമായിട്ട് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത് അതെനിക്ക് എൻ്റെ കൺസേൺ അല്ല. ഞാൻ അതിൽ നഷ്ടം വന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുമില്ല. ലാഭം കിട്ടിയത് എനിക്കറിയില്ല. കാട്ടാക്കടയിലെ ജനങ്ങൾക്ക് വളരെ സർവസമ്മതനായ സ്വീകാര്യനായ ഒരു പ്രതിനിധിയാണോ ഇപ്പോൾ? എല്ലാവർക്കും സമ്മതനാണോന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മണ്ഡല, എനിക്ക് ആ നാട്ടുകാർ ഇഷ്ടമാണ്. എല്ലാവരെയും കേരളത്തിലെ മൊത്തം ജനങ്ങൾ ഇഷ്ടമാണ്. പക്ഷെ പ്രത്യേകിച്ച് ഒരു കോൺസ്റ്റിറ്റ്യുവൻസി എന്നുള്ള നിലയിൽ കാട്ടാക്കടയിലെ അത് ഏത് പാർട്ടിക്കാരായാലും എനിക്ക് അവിടുത്തെ ജനങ്ങൾ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് 2011 മത്സരിച്ചതിന് ശേഷം 16-ലും 21-ലും അവിടെ തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചതും മത്സരിച്ചതും. 21-ന് ശേഷവും ഞാൻ അവിടെ ഉണ്ട്. ഞാനൊരു സാധാരണക്കാരനെ പോലെ ഉണ്ട്. തോറ്റിട്ടും കാട്ടാക്കടയോടൊപ്പം നിൽക്കാൻ തയ്യാറായി. അതുകൊണ്ട് ഇന്ന് പക്ഷേ ഞാൻ അത്രയും ചെലവഴിച്ചത് അവിടുത്തെ പ്രവർത്തകന്മാരുടെ പ്രവർത്തനം അത് വൃഥാവിലായിട്ടില്ല. അവിടുത്തെ പ്രവർത്തകന്മാരുടെ കഠിനാധ്വാനം, അവരുടെ കഠിനാധ്വാനമാണ്. അതിൻ്റെ കൂടെ ഞാൻ നിന്നു മാത്രമേ ഉള്ളൂ. അവരെ കഠിനാധ്വാനം പാഴായിട്ടില്ല. ഇന്ന് വലിയൊരു പ്രസ്ഥാനമായിട്ട് വളർന്നു വന്നു. ഇനി ഈ 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാട്ടാക്കടയിൽ താമര വിരിയും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അധികാരത്തിലേറിയ നേതാവ് അല്ലെങ്കിൽ പോലും ജനകീയനായ ഒരു നേതാവായി കാട്ടാക്കടയിൽ നിന്നുകൊണ്ട് സാർ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അവർക്ക് വേണ്ടി നടത്തിയത്? അതായത് ഞാനവിടെ രാഷ്ട്രീയ പൊതുപ്രവർത്തനം നടത്തുന്നതോടൊപ്പം തന്നെ സേവന പ്രവർത്തനവും നടത്തിയിട്ടുണ്ട്. ഞാൻ ഉന്നതി, അതുപോലെ നമോ സേവാ കേന്ദ്രം എന്നൊക്കെ പറയുന്ന 2 NGOs ഉണ്ട്. ഇവരുടെ നേതൃത്വത്തിൽ കുറേ സേവാ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ അവിടെ മെഡിക്കൽ ക്യാമ്പുകൾ വിവിധ ആശുപത്രികളുമായിട്ട് സഹകരിച്ചുകൊണ്ട് മെഡിക്കൽ ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ അവിടെ ഒരു ഗ്രാമീണ പ്രദേശമാണ്. അവിടുത്തെ കുട്ടികൾക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വിവിധ ക്ലാസ്സുകൾ, കോൺക്ലേവുകൾ ഇതൊക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ ഏതാനും ഒരു 3-4 മാസം മുമ്പ് ജ്ഞാനോത്സവം എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തി. 1400 കുട്ടികൾ പങ്കെടുത്തിരുന്നു. അത് ISROവിൻ്റെ മുൻ ചെയർമാനായിട്ടുള്ള ശ്രീ സോമനാഥൻജിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അതായത് ഈ ബഹിരാകാശത്തെക്കുറിച്ചും നമ്മളെ ഈ ചന്ദ്രയാൻ വിക്ഷേപിച്ച ഈ ഒരു വലിയ ശാസ്ത്രജ്ഞൻ, അവരെ ഈ ഗ്രാമത്തിലെ കുട്ടികൾ പത്രത്തിലൂടെ വായിച്ചിട്ടുണ്ടാവും, ചാനലിലൂടെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് ഈ സോമനാഥൻ സാറിനെ പോലെയുള്ള ലോക പ്രശസ്തനായ ശാസ്ത്രജ്ഞനെ
കാണാനോ 2 വാക്ക് സംസാരിക്കാനോ അവർക്ക് അവസരമില്ല. അപ്പോൾ അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് കണ്ടുകൊണ്ടാണ് ഈ ജ്ഞാനോത്സവം എന്നുള്ള 2025 എന്നുള്ള പരിപാടി സംഘടിപ്പിച്ചത്. അന്ന് അദ്ദേഹം അതിൽ സംസാരിച്ചു. കുട്ടികൾ ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ പുതിയ അറിവുകൾ കുട്ടികൾക്ക് ബഹിരാകാശ മേഖലയെക്കുറിച്ചുള്ള പുതിയ അറിവുകൾ കിട്ടി. ISROവിൻ്റെ ഡയറക്ടറായിരുന്ന ഡോക്ടർ രാജരാജൻ സാർ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രമുഖരായിട്ടുള്ള പലരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ സംവദിക്കാൻ കുട്ടികൾക്ക് ഒരു അവസരം, അവരുടെയും ഒരു അറിവിൻ്റെ ചക്രവാളം വികസിപ്പിക്കാൻ ഈ പരിപാടികൾ സഹായിച്ചത്. ആ വിദ്യാഭ്യാസ മേഖലയിലും ഇത്തരം പരിപാടികൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം മറ്റൊരു സേവാ പ്രവർത്തനം നടത്തുന്ന ചില ട്രസ്റ്റുകളുമായി സഹകരിച്ചുകൊണ്ട് ഭവനരഹിതരായിട്ടുള്ള ഏറ്റവും പാവങ്ങളിൽ പാവങ്ങൾക്ക് വീട് നിർമ്മാണം നടത്തുക, വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ള പ്രവർത്തനവും നടക്കുന്നുണ്ട്. അതിലൊന്ന് അവിടെ 6 പഞ്ചായത്താണ് ഉള്ളത്. ഒരു മലയൻകീഴ് എന്ന് പറഞ്ഞൊരു പഞ്ചായത്തിൽ ഒരു വീട് എടുത്തു കൊടുത്തു, താക്കോൽ കൈമാറി. ആ പാവപ്പെട്ട കുടുംബം ഒരു വളരെ അവശത അനുഭവിക്കുന്ന ഒരു രോഗിയായിട്ടുള്ള അമ്മയും ഒരു +2 പഠിക്കുന്ന ഒരു മകളും അവർക്കാണ് ഈ വീട് നിർമ്മിച്ചു കൊടുത്തത്. അവർ ഷീറ്റിൻ്റെ താഴെയാണ് ആദ്യം താമസിച്ചിരുന്നത്. ഇപ്പം അവിടെ മറ്റൊരു പഞ്ചായത്തായിട്ടുള്ള വിളവൂർക്കല്ല് ഇപ്പോൾ ഒരു വീട് നിർമ്മാണം അടുത്ത ദിവസം താക്കോൽ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. വേറൊരു പഞ്ചായത്ത് വിളപ്പിൽ എന്ന് പറഞ്ഞ പഞ്ചായത്തുണ്ട്. അവിടെയും താക്കോൽ നമ്മുടെ ഈ മാർച്ച് മാസം 20 or 25 അവിടെയും താക്കോൽ ദാനം നടത്തും, വീട് കൈമാറും. പിന്നെ കാട്ടാക്കട എന്ന് പറഞ്ഞ സ്ഥലത്തൊരു വീട് നിർമ്മിച്ച് പൂർത്തിയായിട്ടില്ല, നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു, നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു. ഇത്തരത്തിൽ ചെറിയ രീതി എനിക്ക് അങ്ങനെ, ഞാൻ പൈസക്കാരനൊന്നുമല്ല, എനിക്കങ്ങനെ സ്വന്തമായിട്ട് പണം കൊടുക്കാറൊന്നുമില്ല. പക്ഷേ വിവിധ സേവാ പ്രവർത്തന രംഗത്ത് ചില ട്രസ്റ്റുകൾ ഉണ്ട്. ആ ട്രസ്റ്റുകളുടെ സഹകരണത്തോട് കൂടിയിട്ടാണ് ഈ വീട് നിർമ്മാണം നടക്കുന്നത്. സാറിൻ്റെയൊക്കെ ഒരു ചെറുപ്പ സമയത്ത്, അതായത് രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സമയത്ത് എല്ലാ വ്യക്തികൾക്കും സ്വന്തമായ ഒരു രാഷ്ട്രീയ ബോധമുണ്ട്, ഞാൻ ഇന്ന രാഷ്ട്രീയത്തിലാണ് വിശ്വസിക്കുന്നതെന്ന് പറയുന്ന ഒരു യുവതയായിരുന്നു, അല്ലെങ്കിൽ ഒരു വിഭാഗമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നത്തെ ചെറുപ്പക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് രാഷ്ട്രീയം ഇല്ല എന്ന് പറയുന്നതാണ് ഒരു ഫാഷനായിട്ടുള്ളത്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അവർ ബോധേഡ് അല്ല എന്ന് പറയുന്നതാണ്. അപ്പോൾ സത്യത്തിൽ ചെറുപ്പക്കാർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ സാർ എന്തായിരിക്കും പറയുക? ശരി, അതിനൊരു കുറവ് വന്നിട്ടുണ്ട്. ഉണ്ടല്ലേ? യുവാക്കൾക്കിടയിൽ ഒരു അരാഷ്ട്രീയം കടന്നു വന്നിട്ടുണ്ട്. അരാഷ്ട്രീയം കടന്നു വന്നതിനെക്കുറിച്ച് അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയ രംഗത്ത് വന്നിട്ടുള്ള അപജയം, ജീർണത, ഇതൊക്കെയാണ് ഈ പുതിയ യുവത, പുത്തൻ തലമുറ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ഈ വൈമനസ്യം കാണിക്കുന്നത്. അപ്പം ഞങ്ങളൊക്കെ കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, മുതിർന്ന ആളുകളുടെ അവർ പൊതുരംഗത്ത് പ്രവർത്തിച്ച അവരുടെ മാതൃക സ്വീകരിച്ചിട്ടാണ് നമ്മൾ ഒക്കെ ഈ രംഗത്ത് വന്നത്. അത് ഇപ്പം RSS BJP രംഗത്ത് മാത്രമല്ല, വിവിധ രംഗത്തുണ്ട്. ഒരു മാതൃകയായിട്ടുള്ള പൊതുപ്രവർത്തകരുണ്ടായിരുന്നു. അവരെ കണ്ടുകൊണ്ടാണ് പുതിയ തലമുറ അതിൻ്റെ പിന്നാലെ പോയത്. ഇപ്പോൾ ആ മാതൃകകൾ കുറയുന്നൊരു സംശയമുണ്ട്. പിന്നെ മാത്രമല്ല, ഒരു ബോധപൂർവമായൊരു രാഷ്ട്രീയം യുവാക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടക്കുന്നുണ്ടോ എന്ന് കൂടിയുണ്ട്. കാരണം രാഷ്ട്രീയം വന്നാൽ പിന്നെ സമൂഹത്തെക്കുറിച്ച് അവർ ഈ രാഷ്ട്രത്തെക്കുറിച്ച് ചിന്ത ഉണ്ടാവില്ലേ. നമ്മൾ രാഷ്ട്രീയ ബോധം ഉണ്ടെങ്കിലാണല്ലോ. ഇപ്പം ഇന്ത്യൻ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് സമരം നടത്തിയിട്ട് ആരും നമ്മുടെ കൈ കൊണ്ടു തന്നതല്ല. അപ്പോൾ അത്തരമൊരു സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് ജീവൻ ബലിയർപ്പിക്കാനും പോരാടാനുമുള്ള മാനസികാവസ്ഥ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? രാഷ്ട്രത്തെക്കുറിച്ചുള്ള ബോധമാണ്. ഈ രാഷ്ട്രം എൻ്റെ മാതൃഭൂമിയാണ്, മാതാവാണ്, ആ അമ്മയുടെ കൈക്കലും കാലുകളിലാണ് ചങ്ങല കെട്ടിയിരിക്കുന്നത് എന്നുള്ള ആ പാരതന്ത്ര്യത്തിനെതിരെ പോരാടാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായത് രാഷ്ട്രബോധമാണ്. അതിനാണ് രാഷ്ട്രസ്നേഹം, ദേശാഭിമാന ബോധം എന്ന് പറയുന്നത്. ഇതില്ലാതെ അരാഷ്ട്രീയം ഉണ്ടായിക്കഴിഞ്ഞാൽ സമൂഹം എങ്ങനെയും പോയിക്കോട്ടെ, ഈ രാഷ്ട്രം എങ്ങനെയും പോയിക്കോട്ടെ, എനിക്ക് ജീവിക്കണം, ഞാനും എൻ്റെ കുടുംബവും, അല്ലെങ്കിൽ ഞാൻ മാത്രം എന്ന രീതിയിലേക്ക് ചുരുങ്ങും. അത് വലിയ അപകടം. അപ്പോൾ ഒരു യുവാക്കന്മാരെ അതിലേക്ക് കൊണ്ടുപോകാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളതും ഒരു ശരിയാണ്. അങ്ങനെ ശ്രമങ്ങൾ BJP എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്ന് വരുന്നുണ്ടോ? യുവാക്കളെ രാഷ്ട്രീയ അവബോധമുള്ളവരാക്കുക, അല്ലെങ്കിൽ രാഷ്ട്രീയ അവബോധമുള്ളവരാക്കി മാറ്റുക എന്നുള്ള ഒരു ലക്ഷ്യം മുൻനിർത്തി നമ്മുടെ BJPക്ക് യുവജന സംഘടനയുണ്ട്, യുവമോർച്ച. ആ യുവമോർച്ചയിലൂടെ യുവാക്കന്മാരെ ഇത്തരത്തിൽ ബോധവൽക്കരിക്കാനും രാഷ്ട്രബോധമുള്ളവരാക്കി മാറ്റാനും വേണ്ടി ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് കലാലയങ്ങളിലൊക്കെ ഈ സർഗാത്മകമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നതിന് പകരം മറ്റൊരു തലങ്ങളിലേക്കാണ് അവർ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ മദ്യത്തിനും മയക്കുമരുന്നിൻ്റെയും കേന്ദ്രങ്ങളായിട്ട് നമ്മുടെ
കലാശാലകളും കലാശാലകളല്ല, ഇപ്പം നമ്മൾ ഹൈസ്കൂൾ പോലും അതിൻ്റെ കേന്ദ്രങ്ങളായി മാറുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ വറ്റാത്ത വരളാത്ത സ്രോതസ്സാണ് യുവത്വം എന്ന് പറയുന്നത്. അത് കാത്തു സൂക്ഷിക്കേണ്ടത് രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. പക്ഷെ അത് നേരത്തെ വളരെ പ്രസക്തമായിട്ടൊരു ചോദ്യമാണ് ഇപ്പോൾ ചോദിച്ചത്. അത് സമൂഹം അറിയേണ്ടതാണ്. ചില സമയം വിചാരിക്കും ഈ രാഷ്ട്രീയം എന്നുള്ളത് തെറ്റാണ്. പക്ഷെ അതിന് പ്രശ്നം വേറെ എവിടെ പ്രശ്നം വന്നെന്ന് പറഞ്ഞാൽ കലാലയങ്ങളിലൊക്കെ അവിടെ നിന്നാണല്ലോ ഈ രാഷ്ട്രീയ രംഗത്തേക്കുള്ള അതിൻ്റെ പ്രൊഡക്ഷൻ സെൻറ്റർ. പക്ഷേ ഈ നമ്മുടെ ഈ മാർക്സിസ്റ്റ് പാർട്ടിയും അവരുടെ വിദ്യാർത്ഥി സംഘടനകളും കലാലയങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ അക്രമങ്ങൾ, അത് ഒരു പരിധിയോളം വിദ്യാഭ്യാസ മേഖലയിലെ അല്ലെങ്കിൽ അവിടെയുള്ള വിദ്യാർത്ഥികളെ രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ സാറേ, ഞാനപ്പോൾ അതിലൊന്ന് ഇടപെട്ടോട്ടെ. ഇത് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി മാത്രമല്ലല്ലോ വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടാക്കുന്നതും അവരക്രമങ്ങൾ ഉണ്ടാക്കുന്നതും. നമ്മുടെ ഓരോ പാർട്ടിയിലും നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പാർട്ടികളിലെയും വിദ്യാർത്ഥി സംഘടനകളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കലാലയങ്ങളിൽ അക്രമങ്ങളും അതിക്രമങ്ങളും ഉണ്ടാകുന്നില്ലേ? അല്ലല്ല, അതിൽ മുഖ്യ പങ്ക് അവരെ ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കും SFIക്കുമാണ്. എന്താ കാരണം എന്നറിയോ? മറ്റ് രാഷ്ട്രീയ പാർട്ടി വിദ്യാർത്ഥി സംഘടനകളുണ്ട്, ചോദിച്ചു ശരിയാണ്. പക്ഷേ അവരെ സംബന്ധിച്ച് എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കും എല്ലാ കലാലയങ്ങളിൽ പ്രവർത്തിക്കാം എന്നൊരു കാഴ്ചപ്പാടാണ് മറ്റ് സംഘടനകൾക്കുള്ളത്. SFIക്ക് അതല്ല, ഞങ്ങൾ മാത്രം. ഇപ്പോൾ ഞങ്ങൾ മതി. ഇപ്പോൾ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് വേറെ ആരെയും അനുവദിക്കില്ല. ഇനി ആരെങ്കിലും വന്നാൽ അവരെ കാര്യം പോക്കുക. അതേപോലെ തന്നെ ഇപ്പം അത് വളർന്ന് വന്ന ആ ഒരു സമീപനം വളർന്ന് വന്നിട്ട് ഇപ്പം നോക്കൂ, നമ്മുടെ ഇപ്പോൾ അടുത്ത നമ്മുടെയൊക്കെ ഞെട്ടിച്ചൊരു സംഭവം ഉണ്ടായില്ലേ വയനാട്ടിൽ, വെറ്റിനറി കോളേജിൽ ഒരു സിദ്ധാർത്ഥൻ, ആ ഒരു കുട്ടീനെ വളരെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചിട്ടല്ലേ കൊലപ്പെടുത്തിയത്. അതൊരു കൊലപാതക. പക്ഷെ ഇതൊക്കെ കാണുന്ന പുതിയ തലമുറ ചിന്തിക്കുന്നു, എന്തിനായി രാഷ്ട്രീയ സംഘടനാ ഇതുപോലുള്ള പ്രവർത്തനത്തിൽ എന്തിന് പങ്കാളികളാവണം? അതുകൊണ്ട് പലരെയും ഈ പല വിദ്യാർത്ഥികൾ വലിയൊരു വിഭാഗത്തെ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയ രംഗത്ത് നിന്ന് അകറ്റി നിർത്താൻ ഇത് സഹായകമായിട്ടുണ്ട്. മാത്രമല്ല മറ്റൊന്നും കൂടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കേരളത്തിലെ കലാലയങ്ങളിൽ നിന്ന് കുട്ടികൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി അയൽ സംസ്ഥാനങ്ങളിലും അയൽ രാജ്യങ്ങളിലും പോകുന്നു. ഇപ്പോൾ ഡിഗ്രി സീറ്റുകൾക്ക് പഠിക്കാൻ കുട്ടികളില്ല. ഇവിടെ വിടുകയാണ്. ഇവിടെ എന്തിനാ ഈ സംഘടന നടക്കുന്ന ഈ സ്ഥലത്ത് പോകുന്നത്? മനസ്സിലായി. ഒറ്റ ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒരു MLA ആയി മത്സരിക്കുകയാണെങ്കിൽ താങ്കൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് വികസനം തന്നെയാണ്. ഇപ്പോൾ ആത്യന്തികമായൊരു പരമപ്രധാനം വികസനമാണ്. കാരണം കേരളത്തിൽ ഇല്ലാത്തത് അതാണ്. ഇവിടെ വിവാദമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യുവാക്കന്മാർ എന്തുകൊണ്ടാണ് മറ്റ് സംസ്ഥാനത്തും മറ്റ് രാജ്യങ്ങളിലും പോകുന്നത്? ഇവിടെ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല, ഇവിടെ തൊഴിലവസരങ്ങളില്ല, ഇവിടെ തൊഴിലില്ല. കുട്ടികളുടെ ഇന്നത്തെ പുതിയ സാഹചര്യത്തിനനുസരിച്ച് വിദ്യാഭ്യാസം കിട്ടുന്നില്ല. ആ വിദ്യാഭ്യാസം ഇവിടെ നേടിക്കഴിഞ്ഞാൽ തന്നെ ജോലി കിട്ടുന്നില്ല. അതുകൊണ്ട് കേരളം ഇന്ന് ഈ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് കേരളത്തിൽ വികസനം വേണം, ജനക്ഷേമം വേണം. ഇതാണ് നരേന്ദ്രമോദിജിയുടെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു കൺസെപ്റ്റ്. അതാണ് ഏത് വികസനം. അദ്ദേഹം ഈ നരേന്ദ്രമോദിജി രാഷ്ട്രീയത്തിന് നൽകിയിട്ടുള്ള പുതിയ വ്യാഖ്യാനവുമാണ് ഈ വികസനം എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം വികസിത കേരളം. അപ്പം ഞങ്ങൾ അവിടെ കാട്ടാക്കടക്ക് വികസിത കാട്ടാക്കട എന്ന് പറയുന്നു. അപ്പം വികസിത കേരളം എന്ന ലക്ഷ്യം വേണമെങ്കിൽ വികസിത കാട്ടാക്കട ഉണ്ടാകണം. വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കണമെങ്കിൽ വികസിത കേരളം. ഇന്ന് നരേന്ദ്രമോദിജി എറണാകുളത്ത് വന്നിട്ട് പറഞ്ഞതാ, വികസിത ഭാരതത്തിന് നിങ്ങൾ വികസിത കേരളം വേണം. അപ്പോൾ വികസിത കേരളത്തിലൂടെ വികസിത ഭാരതം. അതുകൊണ്ടാണ് ഞങ്ങൾ വികസിത കാട്ടാക്കടയിലൂടെ വികസിത കേരളം, വികസിത കേരളത്തിലൂടെ വികസിത ഭാരതം. തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ജീവിതമാർഗമായി അല്ലെങ്കിൽ എന്താ പറയുക, നിസ്വാർത്ഥമായി സേവനം എന്നുള്ളതാണ് രാഷ്ട്രീയം എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാറിന് എല്ലാവിധ ആശംസകളും. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. നമസ്കാരം.